അയാളെ പ്രസന്റ് ചെയ്ത് പറ്റില്ല കേട്ടോ. അയാളൊരു ഭയങ്കര കലാകാരനാണ്. തുടങ്ങിയത് കൂട്ടാൻ അറിയാലോ എല്ലാവർക്കും അല്ലേ? ഒന്ന് രണ്ട് കൂട്ടിയാല് അപ്പൊ കൂട്ടൽ അറിയാം നമുക്ക് അല്ലെ? സംഖ്യകൾ കൂട്ടി കഴിഞ്ഞാൽ ഉത്തരവുണ്ട്. ഒന്ന് ഒന്ന് കൂട്ടി രണ്ട്, രണ്ട് മൂന്ന് കൂട്ടി അഞ്ച്, അങ്ങനെ പറയാം. പക്ഷെ ഒന്നിനോട് രണ്ട് കൂട്ടിയാൽ മൂന്നാ കിട്ടാം. ഒന്നിനോട് രണ്ട് ചേർത്താൽ 6 കിട്ടും. ഒന്നിനോട് രണ്ട് ചേർത്താൽ 6 കിട്ടും. അതെങ്ങനെയാണെന്ന് പറയാം. ഉത്തരം അറിയുന്നവർ നേരത്തെ അനീസ് പറഞ്ഞോളെ കൈ ബന്ധിച്ചാൽ മതി, മൈക്കിൽ അവസരം തരും. അപ്പൊ പറയാം, ഒന്നിനോട് രണ്ട് ചേർത്താൽ 6 എങ്ങനെ കിട്ടും? ആദ്യം പറയുന്നവർക്കല്ല, കറക്റ്റ് ആണ്. നൗഷാദ് റെഡിയാണ്. നൗഷാദ് റെഡിയാണ്. ഒന്നിനോട് രണ്ട് ചേർത്താൽ 6 എങ്ങനെ കിട്ടുന്ന ചോദിക്കും. ഒന്നിനോട് രണ്ട് ചേർത്താൽ ഈ കുസൃതി ചോദ്യത്തിലുള്ള ചില വാക്കുകൾ അതിനാണ് പ്രാധാന്യം. അല്ല, ഒന്ന് രണ്ട്, ഒന്നിനോട് രണ്ട് ചേർത്താൽ എങ്ങനെയാണ് 6 കിട്ടുക എന്നാണ് വിശദീകരിക്കുന്നത്. ഉത്തരം 4ൽ 6 കിട്ടണം. ഒന്നിനോട് രണ്ട് ചേർത്താൽ എങ്ങനെ 6 ആവും? നാളെ സമ്മാനം തരാം. ഒന്ന് നമ്പർ 2 ചേർത്താൽ 1 2 ചേർത്ത് 3 ആണോ? 4നോട് 2 ചേർത്താൽ ദേവോറയോ ഇത്ര ഓർമ്മയുണ്ടോ? ഇല്ല. എന്താണ്? ഒന്നിനോട് അതല്ല, ഇത് നിങ്ങൾ സംഖ്യാപരമായിട്ടൊന്നും ആലോചിക്കുന്നില്ല. ആലോചന അനുഭവം എന്താണ്? അല്ലല്ല, 6 കിട്ടും. 4നോട് 2 ചേർത്താൽ 6 ആയി. 1 2 ചേർത്താൽ 6 കിട്ടും. ഞങ്ങൾ കിട്ടുമോ? കിട്ടുമോ? എങ്ങനെ? മെല്ല സമ്മാനം കൊടുത്ത ആളുമല്ലേ വിശദീകരിച്ചോണ്ട് സമ്മാനം. ഒന്ന് രണ്ട് ലെറ്ററിനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ആൻസർ 6 ആവും. അതിന്റെ ഉദ്ദേശം സമ്മാനം കൊടുത്തൂടെ? കുസൃതി ചോദ്യങ്ങൾ ഇങ്ങനെയാണ് അതിന്റെ ഒരു അവതരണം. നമ്മുടെ ശ്രദ്ധ മാറ്റാനാണ് അവർ ഇവരും കാര്യങ്ങളെ ചോദിക്കുന്നത്. യെസ്, സമ്മാനം കൊടുക്കാൻ വേണ്ടി ആ തെറ്റിച്ച് എങ്ങനെ മതി? 5 4 കൊടുക്കും. അവരുടെ പേര് യദു. സമ്മാനം കൊടുക്കാം. യദു സംഗീതക്ക് സമ്മാനം കൊടുക്കും. ഐഫോണിന്റെ ഹോൾസെയിൽ ഡീലർഷിപ്പ് അപ്പൊ ശരിയായി. അടുത്ത ചടങ്ങ് ഒരു പണിയായി.